വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രതിസ്പന്ദനം. ആദ്യമായി മഞ്ജു സുഭാഷ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് ഇന്ന് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചല്ല. കാരണം ഇന്ന് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് പുലർച്ചെ എത്തിയുള്ളൂ. ഒരുപാട് ഞാൻ മാഷിനോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്നലെ 2 ദിവസം മുന്നേ ഞാൻ ഷൂട്ടിൻ്റെ അവരോട് കൈ കാലടി പിടിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് എനിക്കിന്ന് പോയേ പറ്റൂന്ന്. അങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ എനിക്ക് നാളെ ഷൂട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് മുഴുവൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് പോകുന്നത്. പിന്നെ രാവണി മാഷിയെ പോലെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന മാഷി വിളിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാനും പറ്റില്ല. കാരണം ഞാൻ എത്ര വർഷം മുമ്പ് ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത് മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിലാണ്. മാഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അന്ന് ഞാൻ എഴുതിയൊരു കുഞ്ഞ് കവിതയ്ക്ക് എനിക്ക് എത്ര ഓർമ്മയില്ല, വർഷങ്ങളായില്ലോ. മാഷ് എനിക്കൊരു പുസ്തകം സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ആ ഫോട്ടോയും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ മാഷിനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരു 3 വർഷം മുൻപോ 4 വർഷം മുമ്പേ ആണ് ഞാൻ മാഷിനെ വീണ്ടും കാണുന്നതും പിന്നെ എനിക്ക് നമ്പർ തരുന്നതും പിന്നെ ഇഷ്ടകവിതയിൽ എൻ്റെ കവിത ഉൾപ്പെടുത്തിയതും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഞാൻ മാഷിനെ അയച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് വളരെ നല്ല പ്രോത്സാഹനപരമായ കാര്യങ്ങളാണ് എന്നോട് പറയാറ്. അതുകൊണ്ട് എനിക്ക് എഴുതാനുള്ളൊരു പ്രചോദനം കൂടിയാണ് മാഷ്. അപ്പോൾ മാഷിൻ്റെ ഈ ഒരു പരിപാടി എനിക്ക്, അതുപോലെ സച്ചിദാനന്ദ മാഷ്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന മാഷിൻ്റെ സാന്നിധ്യത്തിലും എനിക്ക് ഈ ആദരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അടുത്തതായി ചാക്കോ മാഷിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ചിഹ്നശാസ്ത്രം പെട്ടെന്ന് നടന്നതായിട്ട് നമുക്കറിയാം. ഇതിങ്ങനെ കാണിക്കുന്നു. ചിരി പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഒറ്റ വാക്കിൽ ഞാൻ പറയാം, സമാദരിക്കപ്പെടുക എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ട് മനുഷ്യൻ ചെയ്ത സമരത്തിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ ഒരു ക്രിമിനലിനെയും ഈ നല്ലൊരു സാംസ്കാരിക രംഗത്ത് വേദിയിൽ വെച്ച് ആരും ആദരിക്കാറില്ല. ഒരു കൊട്ടേഷൻ മാഫിയ ലീഡറെയും ആദരിക്കാറില്ല. ജീവിതത്തിൻ്റെ പോരാട്ടവും അതിജീവനത്തിൻ്റെ പോരാട്ടമൊക്കെ ആയിട്ട് നമ്മുടെ ലോകം കൂടുതൽ നല്ല ലോകമായി മാറണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് നിസ്വാർത്ഥമായി അധ്വാനിച്ച ആളുകളെയാണ് ഈ ആദരിക്കപ്പെടുക എന്നുള്ളത്. അങ്ങനെ വരുന്ന അവാർഡുകളൊന്നാണ് ഗിരീഷ് കർണാട് അവാർഡ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കുള്ള അവാർഡുകളും സമാധാനങ്ങളും. കാവ്യശിഖ എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ കുടുംബത്തിലെ ഈക്വലായിട്ടുള്ള സ്ഥാനം എന്നുള്ളതാണ്. 2ാം സ്ഥാനം എന്ന് ആദ്യകാലത്തൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ തോന്നുന്നു കുടുംബം പോലെ തന്നെ മറ്റൊരു കുടുംബമാണ്. ഈ ബദൽ കുടുംബം എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റ് ക്രിയേറ്റീവായിട്ടുള്ള ബദൽ കുടുംബമാണ്. കുടുംബത്തിനകത്തുള്ള റെസ്ട്രിക്ഷന് പുറത്ത് വലിയൊരു കുടുംബം എന്നുള്ളതാണ്. അതാണ് ലോകം എന്ന് പറയുന്നത്. സർഗാത്മകതയുടെ ഒരു ലോകമാണ്. കാലഘട്ടം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഏറ്റവും പ്രതികരണശേഷിയുള്ളൊരു ഗ്രൂപ്പാണ് കാവ്യശിഖ. ഈ വേദിയിൽ സജ്ജാനന്ദ മാഷും സുമേഷ് കൃഷ്ണനും രാവണി മാഷും എല്ലാവരുമുള്ള, പ്രത്യേകിച്ച് കുട്ടികൾ, ഇവരിലാണ് നമുക്കുള്ള നാളത്തെ ഭാവി. ജനാധിപത്യം വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കുട്ടികളാണ്. അവരും കൂടി ആദരിക്കുന്ന വേദിയിൽ ഇങ്ങനൊരു സമാധാനം നാരായണ മാഷ്ക്കൊപ്പം രേഖാശിജിക്കൊപ്പം കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട്. അഭിവാദ്യങ്ങൾ എന്നും കാവ്യശിഖയ്ക്കൊപ്പം. അടുത്തതായി കാവ്യശിഖയുടെ കോംബോ പുസ്തകങ്ങൾ രാവണി മാഷ് മഞ്ജു സുഭാഷിന് നൽകുന്നു. ഇഷ്ടകവിതയുടെ ഏകോപനത്തിൽ അത്രമേൽ സമർപ്പണത്തോടുകൂടി ചെയ്ത രേഖാ സിജിയുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇഷ്ടകവിത 500-ാം ലക്കത്തിൻ്റെ ഈ ആഘോഷത്തോടനുബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എന്നെ തന്നെ പറയാം, ഇതിൻ്റെ തുടക്കത്തിലുള്ള ഒരു വ്യക്തിയല്ല ഇപ്പോൾ ഞാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സുമേഷ് കൃഷ്ണനായാലും മറ്റുള്ള എല്ലാവരായാലും അറിയുന്നത് ഈ ഇഷ്ടകവിതയിലൂടെയാണ്. ഇത് തുടങ്ങുമ്പോൾ
എന്നെ മാഷ് പറയുമ്പോൾ ഒരു 50 ലക്കം വേണമെങ്കിൽ നോക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഏറ്റെടുത്തത്. പക്ഷെ ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. കാരണം മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളൊരു വിമുഖതയും ഇടപഴകാനുള്ളൊരു അന്തർമുഖത്വം എപ്പോഴും എന്നിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 50 ലക്കം വരെ നോക്കാം എന്നുള്ള രീതിയിലാണ് ഏറ്റെടുത്തത്. അത് കഴിഞ്ഞ് വളരെയധികം ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു പങ്ക്തിയായി തീർന്നത് മാഷ് തരിക, അതിൻ്റെ പോസ്റ്ററും അതിൻ്റെ ലേഔട്ടും മറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുക, അതത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇഷ്ടകവിത. അപ്പം ഇതിന് സത്യം പറഞ്ഞാൽ നേരത്തെ സുമേഷ് കൃഷ്ണൻ പറഞ്ഞു, സരസ്വതി നദിയുടെ കാര്യം പറഞ്ഞു. പക്ഷേ എനിക്കത് രസിച്ചുട്ടാ. കാരണം എനിക്കല്ല അത് ഏറ്റവും അധികം വേണ്ടത്, അത് രാവണി മാഷിന് അർഹതപ്പെട്ട കാര്യമാണ്. കാരണം എന്നെപ്പോലുള്ള ഒരാളെ ഇത്രയധികം ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എന്നല്ല എല്ലാ ജില്ലയിലും ഒരാളെങ്കിലും ഒരു 10 പേർ, എനിക്ക് ഒരാളല്ല ഒരു 5 പേരെങ്കിലും രേഖാ സിജി എന്ന് പറയുമ്പോൾ ഇഷ്ടകവിത എന്ന് പറഞ്ഞിട്ട് അറിയാത്തവരാരുമില്ല. അപ്പം അത്രയധികം സൗഹൃദങ്ങൾ എനിക്ക് കിട്ടി, അത്രയധികം കവിതകൾ വായിച്ചു. ആ കവിതകളിലൂടെ ഞാൻ എന്നെ തന്നെ നവീകരിച്ചു എന്ന് പറയുമ്പോൾ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ എന്നിൽ തന്നെ ഉണ്ടായി. ഇപ്പോൾ കുട്ടികളുടെ കവിതകൾ സാധാരണ ആദ്യമൊന്നും അധികം വായിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ ഇപ്പോൾ ജസാൻ, മറ്റേ അൽഹ, അർഷിത, അങ്ങനെ ഒരുപാട് പേര് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ പേര് പറയണം. ഭദ്രഹരി, ഭദ്രാസ്, അങ്ങനെയല്ലേ ഒരുപാട് പേരുണ്ട്. ഈ 18 കുട്ടികളല്ല നമുക്കുള്ളത്, അതിൽ കൂടുതൽ കുട്ടികളുണ്ട്. മറ്റേ പാലക്കാട് ഒരു ക്യാമ്പിൽ പോയപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ 2-3 പേര് പറയാം കവിത മരിച്ചു, കവിത ഇനി അവർക്ക് പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കവിത മരിച്ചിട്ടില്ല. പാലക്കാട് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് പറയരുത്. കാരണം ഈ നാരായണ മാഷുള്ളപ്പോൾ, പാലക്കാടത്തെ ഈ കുട്ടികളെല്ലാം ഏകോപിച്ചു കൊണ്ടുപോകുന്ന ഈ നാരായണ മാഷുള്ളപ്പോൾ എങ്ങനെയാണ് കവിത മരിക്കുക എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതുപോലെയുള്ള കുട്ടികളുടെ കവിതകൾ ഞാൻ അവിടെ വായിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് കുട്ടികളുടെ ആണോ എന്നാണ് ചോദിച്ചത്. അത്രയധികം ഗഹനമായ കവിതകളാണ് ഓരോരുത്തർ എഴുതി വരുന്നത്. അപ്പം അതിലൂടെ എനിക്കുണ്ടായ കാര്യം വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ മാഷോട് എത്ര നന്ദി പറഞ്ഞാലും, രവണി മാഷോട് എത്ര നന്ദി പറഞ്ഞാലും നന്ദി പറഞ്ഞ് അതിൻ്റെ ഒരു ഭാവുകത്ത് ഞാൻ കുറയ്ക്കണേ ഇല്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുട്ടികളെ